ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്ന് ഞാൻ ഒരു ട്രഡീഷണൽ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ഉള്ളതും പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയതുമായ ഒരു റെസിപ്പിയാണിത്. ഇത് അവലോസ് പൊടി എന്ന് അറിയപ്പെടും, പൂരം വറുത്തതെന്നും പറയപ്പെടും. ഇത് പണ്ട് കാലങ്ങളിൽ സ്ഥിരമായ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഇത് ചെറുപഴവും കൂട്ടിയിട്ടാണ് ആൾക്കാർ സാധാരണ കഴിക്കാറ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ 500 ഗ്രാം പൊടിക്കുള്ള അളവാണ് ഇപ്പോൾ പറയുന്നത്. അതിന് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 പിഞ്ച് ഉപ്പ്, 2 ഏലക്ക, 1/4 കപ്പ് എള്ള്, കറുത്ത എള്ളാണ്, 1 വലിയ തേങ്ങ ചിരവിയത്. ചെറിയ തേങ്ങയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഞാനിത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തേങ്ങയായിരുന്നു. നമുക്ക് ആദ്യം ഈ എള്ളൊന്ന് വറുത്തെടുക്കാം. അതിന് ചീനിച്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് ഈ എള്ള് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാരയും 2 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ വേണ്ടി വരും. അത് ഫൈനലായിട്ട് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പിൻ്റെ അളവിലാണ് ഞാൻ എടുത്തത്, അതുകൊണ്ടാണ് പകുതി എടുത്തിട്ടുള്ളത്. നമുക്ക് 1/4 കപ്പ് മതിയാവും. നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇത് നന്നായി ചൂടാവുമ്പോൾ ഇത് കടുക് പൊട്ടുന്നത് പോലെ പൊട്ടുന്നത് കാണാം. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഇതേപോലെ പൊട്ടും, കരിയാതെ ശ്രദ്ധിക്കണം. എല്ലാതും ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി 1 ടീസ്പൂൺ ജീരകം എടുത്തിരുന്നല്ലോ, അതൊന്ന് ചതച്ചെടുക്കാം. ഒന്ന് പൊടിച്ചാണ് എടുക്കേണ്ടത്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ 500 ഗ്രാം പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ 1 തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ച ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിഞ്ച് ഉപ്പ്, പൊടിച്ചു വെച്ച ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ 2 ഏലക്ക എടുത്തിരുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി പൊട്ടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും കൈ കൊണ്ട് തന്നെ നല്ല തിരുമ്മിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഈ തേങ്ങയും അരിപ്പൊടിയും എല്ലാം നന്നായി മിക്സ് ആകണം. എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുട്ട ചേർത്തതിന് ശേഷമാണ് കൈയിട്ട് തിരുമുന്നത്. ഇതിലോട്ട് 2 മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായി കൈ കൊണ്ട് തന്നെ നന്നായി തിരുമ്മി എടുക്കണം. നമുക്ക് ഈ തേങ്ങയും അരിപ്പൊടിയും എല്ലാം നന്നായി മിക്സ് ആകുന്ന പോലെ, ജീരകത്തിൻ്റെ പൊടികളും എല്ലാം നന്നായി മിക്സ് ആകുന്നത് പോലെ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, ഓപ്ഷനിലാണ്. കുട്ടികളൊക്കെ വീട്ടിലുള്ളപ്പോൾ അവർ വിശന്നിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കൊടുക്കാനുള്ള നല്ലൊരു സാധനമാണ്. നമുക്ക് എടുത്തു വെച്ച് കേടുവരാതെ സൂക്ഷിച്ചെടുത്ത് വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഈ പൊടികൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല അടികട്ടിയുള്ള ചീനിച്ചട്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചൂടായി കിട്ടും. ഇത് നന്നായി വറുത്തെടുക്കണം. ഞാനിവിടെ 500 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുള്ളത്. തേങ്ങയും എള്ളും എല്ലാം ചേർത്ത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് കിട്ടും. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് കഴിക്കാൻ പറ്റിയതാണ്. പെട്ടെന്നൊന്നും കേടുവരില്ല. ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ ഇതൊരു സ്നാക്സ് പോലെ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഈ അവലോസ് പൊടി.
നന്നായി വറുത്തെടുക്കണം. അടിയിൽ പിടിക്കാതെ കരിയാതെ കളറൊന്നും ചേഞ്ച് ആകാതെ വറുത്തെടുക്കണം. പണ്ട് കാലങ്ങളിൽ നമ്മൾ അരി വാങ്ങിച്ച് കഴുകി പൊടിച്ച് അതിനുശേഷം വറുത്ത് ആണ് പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ചെയ്തു വെക്കുന്ന ഒരു സ്നാക്സ് കൂടിയാണ് ഇത്. നമ്മൾ ഇതും അതോടൊപ്പം കൂടെ വറുത്ത് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ അവലോസ് പൊടി പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഈ അരി വറുക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ സാധ്യത കുറവാണ്. ഇത് നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ഒരു 30 മിനിറ്റോളം ഇത് വറുക്കേണ്ടി വരും. ഇത് നന്നായി വറുത്ത് ആ കളർ ചേഞ്ച് ആകുന്നത് വരെ വറുക്കണം. അപ്പോൾ ഏകദേശം 30 മിനിറ്റ്സ് അതിന് വറുക്കാൻ സമയം വേണ്ടി വരും. ഇത് അടി പിടിക്കാതെ വറുക്കണം. കളർ ചേഞ്ച് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പാകമായ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കുമ്പോൾ ഈ അരിൻ്റെ സൗണ്ട് വേറിട്ട് കേൾക്കാൻ സാധിക്കും. ചേഞ്ച് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിലും കുറവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പഞ്ചസാര, 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിലരത് ഉപയോഗിക്കുമ്പോൾ മാത്രം പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് കാണാം. ഞാനിത് ഒന്നിച്ച് ഇതിൽ തന്നെയാണ് പഞ്ചസാര ചേർത്ത് നന്നായി ഒന്നുകൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ല മണവും നല്ല നമ്മുടെ ഈ ജീരകത്തിൻ്റെയും വെള്ളിൻ്റെയും എല്ലാം കൂടെ മണം, നല്ല ടേസ്റ്റുള്ള ഒരു മണമാണ് ഇതിലുള്ളത്. ഇത് വറുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മണം കിട്ടും. ഇനി ഫൈനലായിട്ട് ഇതിൽ നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, ഇതിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. ഈ ബട്ടർ അതിലോട്ട് മിക്സ് ചെയ്ത് ചേരുന്നത് അത്രയും വറുത്തെടുക്കുക. ഇത് കണ്ടില്ലേ, ഇത് നന്നായി ബട്ടറൊക്കെ മിക്സായി നന്നായി ചേർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് പൊടിച്ച് മിക്സിയിൽ നമുക്ക് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് നല്ല തരിയോട് കൂടിയിട്ടുണ്ടാവും. നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ അത് ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് ചൂടാറിയതിന് ശേഷം ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നന്നായി പൊടിച്ചെടുക്കണം എന്നില്ല, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഞാൻ ഇതിന് ഉപയോഗിച്ച പൊടി നമ്മൾ സാധാരണ പുട്ടുപൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കുറ്റിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന തരിയുള്ള പുട്ടിൻ്റെ പൊടിയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടില്ല, നല്ല ടേസ്റ്റിയുള്ള അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ചെറുപഴം കൂട്ടിയിട്ടാണ് കഴിക്കുക. ഇത് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വെറൈറ്റി ഡിഷിൻ്റെ റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ്